ഏവർക്കും സായാഹ്ന വന്ദനം. കുഞ്ഞുങ്ങൾ തങ്ങളുടെ വികാരങ്ങൾ ഒന്നും മറച്ചു വയ്ക്കാറില്ല. വിശക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് അക്കാര്യം മാതാവിനെ അറിയിച്ചിരിക്കും. ഭയപ്പെട്ടാലും അവർ ഉച്ചത്തിൽ നിലവിളിച്ച് വേണ്ടപ്പെട്ടവർക്ക് അറിവ് നൽകുക പതിവാണ്. ഇനി ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേദനിച്ചാലോ അതിനും അവർ കരച്ചിൽ തന്നെയാണ് അവരുടെ ആയുധം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതറിയാവുന്ന മാതാപിതാക്കൾ എവിടെയാണെങ്കിലും ഓടിയെത്തി അവർ ആ കുഞ്ഞിനെ എടുക്കുകയും താലോലിക്കുകയും അതിന് വേണ്ടതായ കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യും. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ വിളിച്ച് കരയുവാനിടയാകുന്നത്. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. സങ്കീർത്തന പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഇവിടെ സങ്കീർത്തനക്കാരനും ഒരു ശിശുവിന് തുല്യനായിരിക്കുകയാണ്. കർത്താവിനോട് ധൈര്യമായിട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നു. അതിന് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാൻ അവൻ അതിനുള്ളതായ പ്രാഗൽഭ്യം നേടിയിട്ടുണ്ട്. തന്നെ വിഷമിപ്പിക്കുന്ന ഏത് വിഷയങ്ങൾ ആയാലും അത് ആദർശപരമായ ചിന്താക്കുഴപ്പങ്ങൾ, ആത്മീയമായിട്ടുള്ളതായ പാളിച്ചകൾ, അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിൽ അമർത്തി അടുക്കി വച്ചിരിക്കുന്നതായ ചിന്താഗതികൾ, അവരുടെ ഭാരങ്ങൾ, അതുപോലെ തന്നെ അവരുടെ വിദ്വേഷം, സകലത ദൈവസന്നിധിയിൽ അവർ അഴിച്ചു വിടുകയാണ്, അഥവാ തുറന്നു വിടുകയാണ്. ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. സങ്കീർത്തനം 77-ാമത്തെ വാക്യം. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ദൈവമേ നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? എന്നെ സഹായിക്കുവാൻ നീ വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ട്? സാധാരണ പ്രായപൂർത്തിയായവർ തങ്ങളുടെ വികാരങ്ങൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ പോലെ വിളിച്ചു പറയാറില്ല. പക്ഷേ പലതും മനസ്സിൽ ഇങ്ങനെ ഒതുക്കും. അത് പലപ്പോഴും നിന്നെ രോഗിയാക്കി മാറ്റുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം മുൻപാകെയും വളരെ തുറന്നു പ്രാർത്ഥിക്കാത്ത ആ സാഹചര്യത്തിൽ നിന്ന് ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ വിഷയങ്ങൾ അടുക്കി വെക്കുന്നത് മൂലം നാം നമ്മോട് തന്നെ അവിശ്വസ്തത കാണിക്കുന്നു എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുവാനിടയാകണം. നമ്മുടെ വിഷയങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞാൽ പലപ്പോഴും അത് വലിയ വിപത്തിന് കാരണമാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ന് മനുഷ്യനോട് തുറന്നു പറയാൻ കൊള്ളാവുന്ന ഒരാളെ പോലും നമുക്കിത് കാണുവാൻ കഴിയുന്നില്ല. നാളെ അത് മുഴുവൻ, ആ രഹസ്യങ്ങൾ മുഴുവൻ നാളെ അങ്ങാടിയിൽ പാട്ടായി തീരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം നമുക്ക് ദൈവസന്നിധിയിൽ തുറന്നു പറയാം. എന്നാൽ സങ്കീർത്തക്കാരനെ പോലെ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിൽ തുറന്നു പറയുവാൻ, തുറന്ന് നമുക്ക് നിലവിളിക്കുവാൻ, തുറന്ന് നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ നമ്മൾ ഇടയാകുന്നുവെങ്കിൽ നിശ്ചയമായും കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിന് വേണ്ടി അവൻ്റെ കാതുകൾ കൂർപ്പിച്ചിരിക്കുകയാണ്. അഥവാ അവൻ നമ്മുടെ പ്രാർത്ഥനാ ശബ്ദത്തിന് കേൾക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഭയം, നമ്മുടെ സങ്കടം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ കഷ്ടത, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പ്രയാസങ്ങൾ, വലിയ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെതായ അവസ്ഥകൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ തുറന്നു പറഞ്ഞ് അതിന് പരിഹാരം നേടുവാനിടയായിത്തീരും. ഇതൊക്കെ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. നമ്മെ ശ്വാസം മുട്ടിക്കുന്ന പല സംഗതികളുടെയും മുമ്പാകെ നാം വീർപ്പുമുട്ടി നിൽക്കുന്ന ഹൃദയത്തിന് ഉടമകളാണ്. നമ്മുടെ രക്ഷകൻ്റെ മുമ്പിൽ നമുക്ക് എല്ലാം എപ്പോഴും എവിടെയും തുറന്നു പറയുവാനുള്ളതായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുകയും അവരോട് കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുക. സങ്കീർത്തക്കാരൻ പറയുന്നത് പോലെ യഹോവ പീഡിതന് ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. സങ്കീർത്തനം 9-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. അതാണ് ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഈ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ ഇടയായിത്തീരും. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. എൻ്റെ ഈ കഷ്ടത, എൻ്റെ ഈ രോഗം, എൻ്റെ ഈ സാമ്പത്തിക
പ്രയാസങ്ങൾ ഇതെല്ലാം ഒന്ന് മാറ്റിത്തരണമേ. എന്നെ ഒരു ആത്മീകയായി കർത്താവേ എന്നെ കരുതണമേ. എനിക്കതിന് വേണ്ടതായ ആത്മീയ നിലവാരത്തിലേക്ക് ഉയരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അങ്ങ് എനിക്ക് ഒരുക്കി തരുമാറാകണമേ. എൻ്റെ പ്രയാസങ്ങളെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥന അങ്ങ് കേട്ടിരിക്കാൻ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നിങ്ങൾക്ക് ഈ ലഘു സന്ദേശം പ്രയോജനപ്പെട്ടു എങ്കിൽ നിശ്ചയമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.